പരമപുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാല്യലീലകളുടെ സ്മരണ ഉണർത്തുന്ന മറ്റൊരു കാർത്തിക മാസം കൂടി വരവായി. ഈ വർഷത്തെ കാർത്തിക മാസം അഥവാ ദാമോദര മാസം വരുന്നത് 2025 ഒക്ടോബർ 7 മുതൽ നവംബർ 5 വരെയാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ തന്റെ ബാലലീലകൾ ഏറ്റവും കൂടുതൽ ആടിയത് ഈ പുണ്യമാസത്തിലാണ്. ദാമോദര മാസത്തിൽ ഭാഗവതം പാരായണം ചെയ്യുന്നതും ദാമോദരാഷ്ടകം ജപിക്കുന്നതും വളരെ ശ്രേയസ്കരമായി കരുതപ്പെടുന്നു. ഈ മാസം മുഴുവനും നെയ്വിളക്ക് തെളിയിച്ചു ഭഗവാനെ ഉള്ളഴിഞ്ഞു പ്രാർത്ഥിച്ചാൽ ജീവിതത്തിലെ സർവ്വ ദുരിതങ്ങളും ഇല്ലാതാകുന്നതാണ്. തന്റെ നിർമ്മല പ്രേമത്താൽ കാരുണ്യവാനായ ഭഗവാൻ തന്റെ പ്രിയ ഭക്തർക്കായി വർണ്ണനാതീതമായ ലീലകളാണ് കാട്ടുന്നത്. ഇനി ദാമോദര മാസം അഥവാ കാർത്തിക മാസത്തിൽ ചെയ്യുന്ന വളരെ ചെറിയ പ്രാർത്ഥനകൾക്ക് പോലും 1000 മടങ്ങ് ഫലം ലഭിക്കുന്നതാണ്. ഭഗവാൻ തന്നെ പറയുന്നു അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട മാസം കാർത്തിക മാസമാണെന്ന്. സസ്യങ്ങളിൽ വെച്ച് എനിക്ക് ഏറ്റവും പ്രിയം തുളസിയും, മാസങ്ങളിൽ കാർത്തികയും, തീർത്ഥസ്ഥലങ്ങളിൽ ദ്വാരകയും, ദിവസങ്ങളിൽ ഏകാദശിയുമാകുന്നു. കാർത്തിക മാസത്തിൽ ദാമോദരനെ പൂജിക്കുകയും ദാമോദരാഷ്ടകം ചൊല്ലി നെയ്വിളക്കുകൊണ്ട് ആരതിയും എടുക്കേണ്ടതാണ്. ഇനി എങ്ങനെയാണ് ഭഗവാന് ആരതി എടുക്കേണ്ടതെന്നാൽ ഭഗവാന്റെ തൃപ്പാദത്തിന് 4 തവണയും, ഭഗവാന്റെ തിരുവയറിന് 2 തവണയും, ഭഗവാന്റെ തിരുമുഖത്തിന് 3 തവണയും, ഇനി പാദം മുതൽ ശരീരം മുഴുവനുമായി 7 പ്രാവശ്യവുമായി വലത്തോട്ടാണ് ആരതി എടുക്കേണ്ടത്. കാർത്തിക മാസം എല്ലാ മാസങ്ങളിലും വെച്ച് ശ്രേഷ്ഠവും പുണ്യങ്ങളിൽ വെച്ച് മഹാപുണ്യവും നൽകുന്നതാണ്. മാഹാത്മ്യം വർണ്ണിക്കാനാവാത്ത ഈ ദാമോദര മാസത്തിൽ ഏവരും ദാമോദര ഭഗവാന് നെയ്ദീപ ആരതി സമർപ്പിക്കുന്നതിനോടൊപ്പം ദാമോദരാഷ്ടകം കൂടി ചൊല്ലുക. മാത്രമല്ല ദാമോദര ലീല സ്വയം പാരായണം ചെയ്യുകയും മറ്റുള്ളവർക്കത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നതിലൂടെ പറഞ്ഞറിയിക്കാനാവാത്തത്ര ഭഗവത് പ്രീതിക്ക് കാരണമാകുന്നതാണ്. ആഷാഢം മുതൽ കാർത്തികം വരെയുള്ള ചാതുർമാസ്യ കാലങ്ങളിൽ ലോകപാലകനായ മഹാവിഷ്ണുവിനെയും ഭഗവാന്റെ അവതാര ലീലകളെയും ഭക്തിയോടെ ഭജിച്ചാൽ ഏത് ദുരിതകാലത്തെയും നമുക്ക് അതിജീവിക്കുവാൻ സാധിക്കുന്നതാണ്. ഭൂമിയിലെ സർവ്വചരാചരങ്ങൾ പോലും ഏത് കാരണത്താൽ ഭഗവത് സേവനം നടത്തിയാലും അവർക്ക് പോലും അതിൻ്റെ ഇരട്ടി ഗുണങ്ങൾ ഉണ്ടാകുന്ന പുണ്യമാസം കൂടിയാണ് ഈ ദാമോദര മാസം അഥവാ കാർത്തിക മാസം. കാർത്തിക മാസത്തിലെ വൈഷ്ണവ ആരാധന സർവ്വ പാപങ്ങളും നശിക്കുവാനും ഉത്തമമാണ്.